എങ്ങോട്ടാ പോണേ ആക്കോ? എങ്ങോട്ടാ പോണേ? നമ്മൾ മേഘാലയ. അപ്പേ ഇതാണ് കേട്ടോ മേഘാലയ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേന്റെ വ്ളോഗ്, ഫസ്റ്റ് ഡേ വീഡിയോസ് ആണിത്. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടത്തെ തന്നെ ലോഞ്ച് എന്നാണ് കേട്ടോ നമ്മള് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയത്. ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കേണ്ട എല്ലാവർക്കും നേരെ ബാക്ക് സൈഡിൽ ഫുഡ് കുറച്ച് അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കയറാൻ കഴിയില്ലല്ലോ, കുറച്ചാൾ ആദ്യം കയറാം, മറ്റുള്ളവർ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകുക. അപ്പോൾ ഇതിനടുത്ത ആൾക്കാർ കുളിച്ച് ഇറങ്ങിയാൽ അങ്ങനെ ചെയ്യാം. എന്നാലും ബസ് വണ്ടി നമുക്ക് ഇവിടെ എത്തിയാണ്, പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പെട്ടെന്ന് ഇവിടെ. അപ്പൊ നമ്മളെ ഫായ്സ് പറഞ്ഞ കേട്ടില്ലേ, വേഗം ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിക്കോളി. അങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ ഇപ്പം. അങ്ങനെ പുറത്തിറങ്ങി കുറച്ച് ഷോക്ക് ഇട്ട് നടന്നു കേട്ടോ. പിന്നെ ഞങ്ങള് ഷോപ്പിന് തിരച്ചിലായി, ഏത് ഷോപ്പ് കയറി ഫുഡ് കഴിക്കണമെന്ന്. എല്ലാ ഷോപ്പിന്റെ മുന്നിലും രാവിലെ തന്നെ വെച്ചിട്ടുള്ളത് മീൻ പൊരിച്ചതാണ്. അയിലും പത്തലാന്നാ തോന്നുന്നേ. പൊരിച്ചു വെച്ച കോലം കണ്ട നോക്കാൻ പോലും തോന്നൂല. നമുക്ക് കേരള ഭവനിൽ കയറി ഫുഡ് ബോർഡ് എത്തി. ഇനി എങ്ങനെയാണ് ശരി കേരള ഭവൻ ബോർഡേ ഉള്ളൂ. ആർക്കറിയാം? अंदर जाए ബ്രേക്ക്ഫാസ്റ്റിന് സമയമാണ്, പക്ഷെ ലഞ്ചിന്റെ സമയമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്ത് പരിപാടി? എന്തൊക്കെ പരിപാടി ഉണ്ട്. ട്രക്കിംഗ് ഉണ്ട്, ലേക്കിൽ പോകുന്നുണ്ട്, പിന്നെ സൺസെറ്റ് ഷില്ലോങ്ങിലേക്ക് ഇന്നാണ് പോകുന്നത്. ഷില്ലോങ്ങിൽ ഭയങ്കര തണുപ്പാന്നല്ലേ പറഞ്ഞത്? ശരി തണുപ്പാണ്. ഞാൻ കൂട്ടിയില്ല. ഈ കേരള ഭവനെ ഞങ്ങൾക്ക് നല്ലൊരു കിട്ടലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ് നെയ്റോസ്റ്റും ഊണ് കഴിച്ചവർക്ക് ഊണും ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഓരോ കറിയും എന്തിനു പറയുന്നു, കോഫി വരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേരള ഭവൻ നടത്തുന്നത് കേരളത്തിലുള്ള ആൾ തന്നെയാണ് കേട്ടോ, അതായത് നമ്മളെ മലയാളി. മൂപ്പര് നമ്മളോട് കുറെ വിശേഷമൊക്കെ ചോദിച്ചിട്ടോ. എന്തായാലും ഫുഡിന് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് കേട്ടോ. തിരിച്ചു പോയിട്ട് ലോഞ്ചിൽ നിന്ന് നമ്മളെ ബാഗൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ പാക്കേജ് ഏൽപ്പിച്ചിട്ടുള്ള വണ്ടിയിൽ പോകണം. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രഞ്ച് കഴിച്ചിട്ട് നമ്മളെ ലോഞ്ചിലേക്ക് തന്നെ പോകണം. നമ്മൾ ലോഞ്ചിൽ നിന്നാണ് ട്രെയിൻ ഇറങ്ങിയിട്ട് കേൾക്കലുണ്ടാവില്ലേ, വേണ്ടി വരും. ലോഞ്ചിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് വന്നിട്ട് ഇപ്പൊ നമ്മള് ലോഞ്ചിൽ തന്നെ പോയി നമ്മള് ലഗേജ് എടുത്തിട്ട് പുറത്തിറങ്ങാൻ പോവാ. നമുക്ക് നമ്മൾ പാക്കേജ് ഏൽപ്പിച്ചിട്ടുള്ള വണ്ടി അവിടെ വന്നിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും, അതിൽ കയറിയിട്ട് പോവാം.
നല്ല ആവേശകുമാറായി നടന്ന് നീങ്ങിയിട്ട് വണ്ടി കയറുമ്പോ ഞാൻ നോക്കുമ്പോ അതാ വണ്ടിയിൽ വേറെ ആളുകള്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ഈ പാക്കേജിൽ തന്നെയുള്ള വേറെ ആളുകള് ഞങ്ങളിവിടെ എത്തുന്നതിന് മുന്നേ ഫ്ലൈറ്റും പിടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് മാത്രല്ല കുറച്ചധികം കാഴ്ചകൾ കാണാൻ വേണ്ടി 2 ദിവസം നേരത്തെ എത്തിയ ആളുകളും ഉണ്ട് കേട്ടോ. എന്നിട്ട് ഈ ദിവസം മുതലാണ് ഓരോ നമ്മളെ പാക്കേജിൽ ജോയിൻ ചെയ്യുന്നത്. ആദ്യം വണ്ടി കയറിയപ്പോ ഇവരൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആരാ ഇവരൊക്കെ, ഇങ്ങനത്തെ ആളുകളാണാവോ, നമ്മളൊക്കെ മൈൻഡ് ആക്കോ അല്ലെങ്കിൽ നമ്മുടെ വൈബിന് പറ്റുന്ന ആളുകളാവോ എന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ കേറി ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു 10 വർഷത്തെ പരിചയമുള്ള ആളുകളെ പോലെയാണ് ചെയ്തത്. ഞാനിപ്പോ എന്നെ സംബന്ധിച്ചോളം 6ാമത്തെ ട്രിപ്പാണ് ലോങ്. അപ്പൊ എന്തിനും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആദ്യം പരസ്പരം പരിചയപ്പെടും. കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ പരിചയപ്പെടും. തുറക്കുന്നുണ്ടേ സ്വന്തമാക്കും ചെറിയൊരു എന്റർപ്രണറാണ്. പിന്നെ യാത്രകള് ഏകദേശം ഉത്തരാഖണ്ഡ്, പിന്നെ അതേപോലെ തന്നെ പൂനെ, മഹാരാഷ്ട്രയുടെ ലോണാവാല സൈഡുകൾ പോയി, ഹിമാചലിൽ കുറേ സ്ഥലങ്ങൾ പോയി. ഇനിയിപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ് പോകാനുണ്ടായിരുന്നു. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഇത് നല്ലൊരു തുടക്കമാട്ടെ. എൻ്റെ പേര് ഷാനിഫ്. ഞാൻ കോഴിക്കോട് കൊടുവള്ളി കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 1.5 മാസമായിട്ടുള്ളൂ. ഞാനിപ്പോൾ തിരുവനന്തപുരം, ഒരു ആലപ്പുഴ, മൂന്നാർ, ഇടുക്കി. ഞങ്ങൾ 4 കൊല്ലമായിട്ട് അറിയുന്നവരാണ്. ഞങ്ങൾ 4 പേര് പോവാന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് ആർക്കും പറ്റിയില്ല. മൂപ്പര് നമ്മളൊരു ഗ്യാങ്ങിലുള്ള ആളാണ്, ഞങ്ങളെ സീനിയർ ആയിരുന്നു. അപ്പൊ നമ്മൾ പിന്നെ അടുത്ത ഇങ്ങനെ നോക്കിയപ്പോഴാണ് മേഘാലയ ഇവരത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കസിന് ഓൾറെഡി ലാസ്റ്റ് പാക്കേജിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇൻട്രാവിന്റെ. അപ്പൊ അങ്ങനെ നല്ലതാണ് പാക്കേജ്. നമ്മളെവിടെ എത്തിയെന്ന് പറയും. We are reached in one of the best lake in Meghalaya, you know. ആരാ പറഞ്ഞു ബെസ്റ്റ് ലേക്ക്? ഞാൻ തന്നെ കണ്ടുപിടിച്ച സംഭവം തന്നെ. ചോരി മിനിത്താത്ത ഒരു ഹായ്. ലേക്കിന്റെ വ്യൂ കാണിച്ചു തരാം. അടിപൊളി വ്യൂ. എൻ്റെ കൂടെ നമ്മൾ ക്ലബ് ചെയ്യാം. ഇങ്ങനെ ഇവിടെ നിൽക്കുക, വെറുതെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അപ്പേ ലേക്കിന്റെ വ്യൂ എല്ലാവരും കണ്ടില്ലേ? ഇതിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന ഭംഗിയൊന്നും അല്ല കേട്ടോ. അതിപ്പോ എന്ത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗി ഒരിക്കലും നമുക്ക് ക്യാമറയിൽ പകർത്തിയാൽ കിട്ടൂലല്ലോ. നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഇത് സൺസെറ്റിന്റെ ടൈമാണ്. നേരത്തെ പറഞ്ഞിരുന്നതെന്ന് അറിയില്ല, ഇവിടെ ഒരു 5:30 ആകുമ്പോഴേക്കിന് സൺസെറ്റിന്റെ ടൈം ആവും. ആ ഒരു ടൈമിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിപ്പോ ബീച്ചിൽ സൺസെറ്റ് കാണാൻ പോയാൽ തന്നെ ഇത് ആസ്വദിക്കാൻ കഴിവുള്ള ആളുകൾക്ക് അത് ഭയങ്കര ഭംഗിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ലേക്ക് ഈ ഒരു സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോന്നിട്ടുള്ളത്. ഈ കാണിച്ചിരുന്ന പോർഷൻസ് മാത്രമല്ല, ലേക്കിന് ചുറ്റുപാടും വേറെയും വ്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഒന്നാമത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കുക എന്നുള്ളതിനെക്കാട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുള്ള കാഴ്ചകൾ ക്യാമറയിൽ പകർത്തുന്നതിനെക്കാട്ടിൽ കൂടുതൽ അത് കണ്ട് ആസ്വദിക്കാനുള്ള ടൈമാണ് ഞങ്ങൾ കൂടുതൽ കൊടുക്കാറുള്ളത്.
ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് ഇനി ഷില്ലോങ്ങിൽ സ്റ്റേക്ക് വേണ്ടി പോകാനാണുള്ളത്. എന്തായാലും ഇവിടുന്ന് പോകുമ്പോക്കിന് നൈറ്റ് ആവും. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൺസെറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഏകദേശം ഒന്ന് ഇരുടായിട്ടുണ്ടായിരുന്നു. അതാ നേരെ വണ്ടിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇത് ഷില്ലോങ്ങിലുള്ള ഒരു പോലീസ് ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റാണ്. ഇവിടെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ ഫുഡ് സ്പോട്ടും മറ്റേ സൈഡിൽ ഫുള്ളായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റും ആണുള്ളത്. മാർക്കറ്റ് കയറുമ്പോൾ എനിക്ക് നമ്മൾ SM സ്ട്രീറ്റ് കയറിയ പോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അതുപോലെയല്ല, അവിടുത്തെ കൾച്ചറും സാധനങ്ങളെല്ലാം മാറ്റുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ലോണം വിശന്നതുകൊണ്ട് തന്നെ ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ടാവാം ഷോപ്പിംഗ് എന്ന് വിചാരിച്ച് ഫുഡാണ് ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. ഈ കാണുമ്പോൾ ചിക്കനാന്ന് വിചാരിക്കണ്ട കേട്ടോ. ചിക്കന്റെ കൂടെ തന്നെ പോർക്കും വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് അത് കഴിക്കാൻ പറ്റൂല. എനിക്ക് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അത് വാങ്ങി കഴിച്ചേ. പിന്നെ ഒരു ചായയും കൂടി. ചായ എന്ന് പറയുമ്പോൾ വലിയ ഗ്ലാസ്സിലൊന്നും കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അവിടെ ഏറ്റവും ചെറിയ ഗ്ലാസ്സിലാണ് നമുക്ക് ചായ കിട്ടുക. അധികം മസാല ചായ ആണ് ഇട്ടുണ്ടാവുക. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ചായ ഇഷ്ടപ്പെട്ടിട്ടില്ല. കൂട്ടത്തിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാ തോന്നുന്നത്. ആർക്കും വലിയ ഇഷ്ടമൊന്നും ആയില്ല. കണ്ടോ, ഇതാണ് നമ്മളെ കുഞ്ഞു ഗ്ലാസ്സിലെ ചായ. കാണുമ്പോൾ എത്ര വലിപ്പമുണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ കല്യാണത്തിന് ചുക്കാപ്പി കൊടുക്കുന്ന ആ ഒരു ഗ്ലാസിന്റെ വലിപ്പത്തിലാണ് ഇവിടെ ചായ കിട്ടുന്നത്. രാത്രി ഷില്ലോങ്ങിലെത്തി. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ നമ്മള് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാ. ഇത് ഷില്ലോങ് മാർക്കറ്റ് പോലീസ് ബസാർ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ മാർക്കറ്റിൽ എന്തോരം സാധനമാണ് വിൽക്കാനുള്ളത്. എന്നാലേ അവിടുത്തെ ആളുകൾക്ക് ഇടാൻ പറ്റിയ ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ മാർക്കറ്റിലുള്ളൂ. ഞങ്ങളെ കൂടെ വന്ന് ഒരാള് പോലും ഒരു സാധനം പോലും വീട്ടിലേക്കോ കൂടെയുള്ള ആളുകൾക്കോ വാങ്ങിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാം അവിടുത്തെ ആളുകൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ജാക്കറ്റും കാര്യങ്ങളോ. പിന്നെ ഈ ചില ടോപ്പുകളും സ്കേർട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ ചീപ്പ് റേറ്റിന്. അതൊന്നും പക്ഷെ നമുക്ക് പറ്റിയതൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ അത് ഇങ്ങനെ കാണുന്ന ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ, അതൊക്കെ നമ്മളെ നാട്ടിൽ മീഷോന്ന് കിട്ടുന്നതും നമ്മളെ നാട്ടിലെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളല്ലേ. അതിനൊക്കെ ഇവിടെ നല്ല റേറ്റ് ആണോല്ലോ പറയുന്നത്. അതുകൊണ്ട് നമ്മളാരും വാങ്ങൂലല്ലോ. കൊള്ളാം. ഞങ്ങളത് ആ മാർക്കറ്റ് ഇങ്ങനെ നടന്ന് അവസാനം സൈഡിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ റോഡ് കണ്ടപ്പം ഇതിലിറങ്ങി നോക്കിട്ടോ. പോയോണ്ടിരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കൂടെ ഉള്ളതൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ പോയപ്പോൾ മിനീസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിത് യൂട്യൂബിൽ ഓരോരുത്തർ ഇവിടുന്ന് വാങ്ങിയ സാധനം അൺബോക്സ് ചെയ്യുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. കയറിയപ്പോൾ അവിടെ ഭയങ്കര സൈലൻസ്. ആ മാർക്കറ്റിലാണ് അതെന്ന് തോന്നിയില്ല. അതുകൊണ്ട് അവിടുന്ന് വീഡിയോ ഒന്നും എടുത്ത് അലമ്പാക്കിയില്ല. അവിടുത്തെ എല്ലാ സാധനങ്ങളും ഭയങ്കര ക്യൂട്ടായിരുന്നു. എനിക്ക് എല്ലാം വാങ്ങണമെന്നുണ്ടായിനി. പക്ഷെ ഒന്നുപോലും എനിക്ക് ആവശ്യമില്ലാത്ത സാധനമായതുകൊണ്ട് വെറുതെ വാങ്ങാൻ ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് വാങ്ങാതെ നമ്മള് കൂട്ടത്തിൽ നിന്ന് വഴി തെറ്റി പർച്ചേസിങ്ങിന് ഇറങ്ങി. നടന്ന് ഷില്ലോങ് അങ്ങാടി കൂടെ ഒക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി. എന്തൊക്കെയോ എങ്ങോട്ടാന്ന് അറിയില്ല. ചെന്ന സ്ഥലത്ത് എത്തുമോന്ന് അറിയില്ല. എല്ലാരും എവിടെയൊന്നും അറിയില്ല. പോയി നോക്കാം. അതെ, ഇട്ടിട്ട് പോവാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരില്ല ഗൈസ് നാട്ടിലേക്ക്. മെയിൻ റോഡ് കൂടി നടക്കുമ്പോൾ ഒരു ഇടവഴി ഉണ്ട്. ഇതില് പോയാൽ അതിൽ എത്തുന്ന മനസ്സ് പറയുന്നു. പോയി നോക്കാം. ഇതുപോലത്തെ ഒക്കെ കടകളുള്ള സ്ഥലമാണല്ലോ. നമ്മൾ പോയി നോക്കാം. നേരത്തെ നടന്നിട്ടെത്താത്തെ തണുത്തിട്ട് കിടക്കണ. ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം കേട്ടത് വേറെ എത്തി. നമുക്കത് വേറെ എത്തിയാണ്.
കണ്ടുപിടിച്ച് എത്തി. അങ്ങനെ ഞങ്ങൾ ഇതിപ്പോ നമ്മൾ അങ്ങാടി പോലെ ആയില്ലേ. ഷോ നിങ്ങൾ പഠിച്ചു കണ്ടുപിടിച്ചു ഗായ്സ്. അവനെന്തൊക്കെ എക്സും വൈ വിളിച്ചറിയണേ. ഓ മൈ ഗോഡ്. പാവത്തിന് മുദ്രയ്ക്ക് മുട്ടിച്ച് നമ്മള് ഹോട്ടലിൽ തിരഞ്ഞെന്താ ഗൈസ്. ഈ ഹോട്ടലിൽ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് നൈറ്റ് ഫുഡ് കഴിക്കാനുള്ളത്. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി പിന്നെ ഓരൊക്കെ കൂട്ടിയിട്ട് വീണ്ടും തിരിച്ചു കയറിയതാ. ഇത് ഫ്രൈഡ് റൈസ്, മിക്സഡ് ഫ്രൈഡ് റൈസ്. അവിടെ ഒരു ഗോതമ്പിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കലുണ്ട്. ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഷാമ്പ് ഞാൻ എടുത്തോളാം. എന്താ സ്പൈസി പോലെ ഉണ്ട് കേട്ടോ. നീ ഫാദുവാസിന്റെ മാതിരി ആയിക്കോട്ടെ. ഈ സെൽഫിയാണോ എടുക്കുന്നത്? അവിടെ ഇതുണ്ട്, മിററുണ്ട്. ഫാദ് ഫാസിലിനെ പോലെ എങ്ങനെ മാന്യനായിട്ട് ആയിക്കോട്ടെ. അങ്ങനെ ഈ ദിവസത്തിന്റെ അവസാനമായപ്പോൾ ഞങ്ങളിതായി നടന്ന് നീങ്ങണ ഞങ്ങളെ വണ്ടിന്റെ അടുത്തേക്കാട്ടോ. നല്ല സൂപ്പർ തണുപ്പാണ് ഗായ്സ്. അതിന് മാത്രം ഉണ്ടോ? പിന്നെ ഓക്കെ, എത്ര ഡിഗ്രിയാ? 13. യാ. ഈ ഒരു ടൈം ആയപ്പോൾ തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരിക. 13 ഡിഗ്രി എന്നുള്ളത് പിന്നെ 8 ഡിഗ്രി ആയി. നന്നായിട്ട് തണുത്ത് വിറച്ചിട്ട് ഫോൺ പിടിക്കാൻ പോലും കൈ പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇനി രണ്ടാമത്തെ ദിവസത്തിന്റെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.